ഇളാഅത്തുൽ മാലി, ധനം ദുർവ്യയം ചെയ്യൽ, പാഴാക്കുക, സ്വത്ത് പാഴാക്കുക, നശിപ്പിച്ച് കളയുക, ദൂർത്തടിക്കലും അല്ലാത്തൊക്കെയായ പാഴാക്കുക. ഇളാഅത്താണ്. ഇളാഅത്തെന്നാൽ നശിപ്പിച്ച് കളയാന്ന്, ഒരു കാര്യമില്ലാതെ വെറുതെ നശിപ്പിക്കുക. അത് അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ധനം പാഴാക്കി കളയുക എന്ന്, വേസ്റ്റായി, ഭക്ഷണമാവാം, അല്ലാത്തതാവാം, സമ്പത്താവാം, ഇതൊക്കെ വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് തകർത്ത് കളയുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. വകസ്റത സുആൽ, അമിതമായ ചോദ്യങ്ങൾ. പഠിക്കാനുള്ള ചോദ്യങ്ങളല്ല, അമിതമായ ചോദ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിക്കാം. അങ്ങനെ ഉണ്ടാവും. പഠിക്കാൻ വേണ്ടി ചോദിക്കാം, അത് വേറെ കാര്യം. പക്ഷെ വെറുതെ ഇങ്ങനെ ചോദിക്കാം. അതെ, വെറുതെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ചോദിച്ചോണ്ടും കാര്യം ഉണ്ടാവില്ല, ചോദിക്കപ്പെട്ടോണ്ടും കാര്യം ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ചോദിക്കാം. വിവരം അളക്കാൻ വേണ്ടി ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്, വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന മനുഷ്യൻ, പല ടൈപ്പാണ് ചോദ്യങ്ങൾ, പല ഉദ്ദേശത്തിലാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ നല്ല കാര്യമല്ല. പരമാവധി എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം, അന്വേഷിക്കാം. അത് അല്ലാഹ് പറഞ്ഞാണ് ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അതൊക്കെ ആവാം. ഫത്വ ചോദിക്കുക അങ്ങനെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതേസമയം ന്യായം, ഇപ്പോൾ ഫത്വ ചോദിക്കുന്ന ആൾക്കുള്ള നിബന്ധന ഉണ്ട്, ഫത്വ കൊടുക്കുന്ന ആൾക്കുള്ള ഷർത്തുണ്ട്, ഫത്വ ചോദിക്കുന്ന ആൾക്കുള്ള ഷർത്തുണ്ട്. അല്ലാതെ എല്ലാവർക്കും പോയി ഫത്വ ചോദിക്കാൻ പറ്റില്ല. ഫത്വ ചോദിച്ച എല്ലാവർക്കും ഫത്വ കൊടുക്കേണ്ട ബാധ്യതയുമില്ല. അപ്പം ഇയാളുടെ അറിവ് അളക്കാനാ ചോദിക്കണത്, ഓനെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച ഉത്തരം കിട്ടുവോളം ഒരാൾ ചോദിക്കുകയാണ്. ഒരാളെ പോയി കണ്ട് ചോദിച്ചു, അയാൾ പറഞ്ഞ മറുപടി അത്രണ്ട് ഓനെ തൃപ്തിയായില്ല. അപ്പം വേറെ അടുത്ത് പോകും, അയാളും ഇതന്നെ പറഞ്ഞത്, അപ്പോഴും തൃപ്തിയായില്ല. പിന്നെ അങ്ങനെ നടക്കും. എവിടുന്നാണോ ഓന് പറ്റിയത് കിട്ടുക അതുവരെ നടക്കും. അത് നല്ല ശീലമല്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ചോദിച്ചു, അയാൾ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ ഇന്നാട് ചോദിച്ചു നോക്കിയാൽ ഓക്കെ, അതൊരു പോയി ചോദിക്കാം. അതല്ലാതെ താൻ ഉദ്ദേശം മറുപടി കിട്ടുന്നവരെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. ആദ്യത്തെ ആൾ തന്നെ താൻ ഉദ്ദേശം മറുപടി കിട്ടിയാലോ പിന്നോട്ട് ചോദിക്കാൻ പോവില്ല, കാരണം ആവശ്യം കിട്ടിയല്ലോ. അപ്പം അതൊക്കെ ഫത്വ ചോദിക്കുമ്പോൾ ഉള്ള നിബന്ധനകളാണ്. അപ്പം അങ്ങനെയൊക്കെ അനാവശ്യമായ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കേണ്ട കാര്യം. ഇപ്പം സംഗതി ചോദിച്ചു, കൃത്യമായ ആയത്ത് പറഞ്ഞെടുത്തു, ഹദീസ് പറഞ്ഞെടുത്തു, പിന്നെ ഇനി വേറെ ആ കിതാബിലുണ്ടോ ഈ കിതാബിലുണ്ടോ മറ്റേ ഇമാമ് പറഞ്ഞിട്ടുണ്ടോ, അയാൾ പറയട്ടെ പറയാതിരിക്കട്ടെ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ന്യായമല്ലാത്ത ആവശ്യമില്ലാത്ത അധികരിച്ച ചോദ്യങ്ങൾ അത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ നബിയോട് ചോദിക്കാറില്ല, ഞങ്ങൾ നബിയോട് ഒരിക്കലും ചോദിക്കാറില്ല. നബി പറഞ്ഞത് ഞങ്ങൾ കേട്ട് വിശ്വസിക്കുക ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് അറാബികൾ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നതാണ്. അറാബിയാക്ക് ഇതൊന്നും അറിയില്ല. ഒരു ഗ്രാമീണ ബതുക്കൾ ഓൽക്ക് ഈ വക വെറും തിരുന്നില്ലല്ലോ. ഒരു നേരം ഒരു യാ മുഹമ്മദ് വിളിച്ചത് പേരിൽ തന്നെ ഒരു 5-6 ചോദ്യമായിട്ടുണ്ട് വരിക. അപ്പോൾ സ്വഹാബികൾ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഓല് വരുന്നത്. കാരണം ഓല് വരുമ്പോൾ ഓല കുറേ ചോദിക്കും. അപ്പം നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അപ്പം ഞങ്ങൾക്കും കേൾക്കാമല്ലോ. അതായിരുന്നു സ്വഹാബിമാരുടെ ശൈലി. അല്ലാതെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കുത്തിക്കുറഞ്ഞ് ഏത് അല്ല, ഓൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓൾക്ക് പാട നിയമം മറ്റും മറിച്ചൊന്നും അറിയില്ല, ഓൾക്ക് ആവശ്യമുള്ളതുമാണ്. അല്ല ആളെ തിരിച്ചാൻ വേണ്ടി ചുപ്പാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളൊന്നുമല്ല. എന്നാൽ ശേഷമുള്ള പണ്ഡിതന്മാരൊക്കെ ഈ നിലപാട് കൃത്യമായി പഠിപ്പിച്ചു. ഇപ്പോൾ ഇമാം മാലിക്കത്തോളം വരുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട് കാരണം ഇമാം മാലിക് എനിക്ക് നല്ല ഉറപ്പാണ് പോയിക്കോന്ന് പറഞ്ഞു. എനിക്കൊരു സംശയമില്ല, കാരണം അതിൻ്റെ ആളാണ്, ഇതിൻ്റെ ആളാണ്. ഇമാം മാലിക്കിനെ അറിയാം. അപ്പോൾ ഈ മാലിക്കിന് ഞാൻ നല്ല ഉറപ്പിലാണ്, അന്നെപ്പോഴും സംശയമുള്ള മാറുകയുണ്ടാവും, അവിടെ പോയി ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അതായത് ചില സ്ഥലത്ത് ഇപ്പം നമുക്കത് വേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ പ്രശ്നമാണ്, വാട്സപ്പിൽ കാണാം, സംഭവത്തിലുണ്ടോ ചോദിക്കും. എന്നിട്ട് അപ്പോഴേക്കും ഇങ്ങനെ വലിയ വഴികൾ ചോദിച്ചാൽ നമ്മൾ ഞാൻ ഭയങ്കര മോശമാണ്, ഇല്ലാറിഞ്ഞാൽ മതി, കഴിഞ്ഞല്ലോ, ഇല്ല ഒന്നുമില്ല കഴിയും. ഇപ്പം ഞാൻ മോദി വിളിച്ചു, നിങ്ങൾ സംഭവത്തിലുണ്ടോ ചോദിച്ചു, ഞാൻ ഇല്ലാറ്. അതെന്താ ചോദിച്ചോ, ഞാൻ ഇല്ല, അതുകൊണ്ട് തന്നെ പിന്നൊന്നും പറയാമല്ലോ. അതിപ്പം മോശം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കേട്ടപ്പിന് ഏരിയ എടുത്ത് വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞാൽ മോശം വെച്ചത്. അപ്പം ഞാൻ എനിക്ക് ധൈര്യം ചോദിച്ചില്ല, എനിക്ക് ധൈര്യം ഇല്ലാന്ന് ഇനിയിപ്പൊന്നും പറയാനില്ല, എത്ര ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ ആൾക്കാരും വെറുതെ ഇങ്ങനെ ഇടും. എന്നിട്ട് പിന്നെ അതിനൊക്കെ പാട് ആൾക്കാർ പിന്നെ കൂടും, നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടുവരണം, ഒരൊക്കെ പാട് മാറാൻ നിൽക്കണം. അങ്ങനെ മാറുന്നില്ല, അതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നും ആൾക്കാർ മാറൂല. അപ്പം അവിടെയൊക്കെ ചില പക്വതകൾ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പം ഈ കസ്റത്തു സുആൽ അതൊക്കെ വ്യാപകമാണ്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോൾ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുക, അത് നല്ല ശീലങ്ങളല്ല. അല്ലാഹു അഅലം.